സംവിധായകൻ രാഹുൽ സദാശിവൻ ബ്രഹ്മയുഗത്തിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുത്തിട്ടുള്ളത് മനഃപൂർവ്വമാണ്. കാരണം കാണുന്നവന് ഇഷ്ടമുള്ള നിറം കൊടുക്കാനാണ്, ഇഷ്ടമുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കാനാണ്. ഈ ബ്രഹ്മയുഗത്തിലെ ഭ്രമം അത് അധികാരത്തിൻ്റെ ഭ്രമമാണെന്നുള്ള നിറമാണ് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. കൊടുമൺ പോറ്റി ചാത്തനെ കൊണ്ടുവരുന്നത് അധികാരത്തിന് വേണ്ടിയാണ്. ചാത്തൻ അധികാരം കൈപ്പറ്റുകയാണ്. പിന്നീട് ഇല്ലത്ത് വന്ന് കയറുന്നവരെ കടിമയാക്കുന്നൊരു ചാത്തൻ. ഈ ചാത്തൻ്റെ കയ്യിലുള്ള അധികാരം മുതൽ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് പാണനും പാചകക്കാരനും. അവരതിൽ വിജയിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. എന്നിട്ട് പാണൻ ആ അധികാരത്തിൻ്റെ മോതിരം വിരലണിയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പാണൻ്റെ പിന്നിലുള്ളത് ചാത്തൻ തന്നെയാണ്. ചാത്തന് വീണ്ടും അധികാരം കിട്ടാണ്. എല്ലാ അധികാരവും ചാത്തൻ്റെ ആണെന്ന പേടിപ്പിക്കുന്ന, നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു ഓർമ്മയാണ് ഈ സിനിമ കൊടുക്കുന്നത്. ഈശോ തൻ്റെ മരണത്തെക്കുറിച്ച് പ്രവചിക്കുമ്പോൾ പത്രോസ് ഈശോയെ പിടിച്ച് മാറ്റി നിർത്തുന്നുണ്ട്, നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ഈശോ പത്രോസിനോട് പറഞ്ഞ് സാത്താനെ പിന്നിലേക്ക് പോ. അപ്പം അധികാരത്തിൻ്റെ പിന്നിലൊരു സാത്താൻ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ദ ഗോസ്പലിൽ ഈശോയുടെ അടുത്തൊരു അമ്മയും 2 മക്കളും വന്ന് ചോദിക്കുന്നത് അധികാര കസേരയാണ്. അപ്പോൾ ഈശോ അവരോട് പറയുന്നത് മറ്റുള്ള ആൾക്കാർ അധികാരത്തിന് വേണ്ടിയുള്ള പകിട കളിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആവരുത്. കീഴ്പ്പെടുത്താനും ഭരിക്കാനുമുള്ള ആഗ്രഹമാണ് സാത്താൻ്റേത്. കീഴ്പ്പെടാനും മരിക്കാനുമുള്ള ചിന്തയാണ് ദൈവത്തിൻ്റെതെന്ന് മനസ്സിലാക്കണം.